ഭാരതത്തിന്റെ പ്രധാന സേവകനെ വരവേൽക്കാനൊരുങ്ങി അനന്തപുരി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം രാവിലെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10:30 അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലേക്കാണ് ആദ്യമെത്തുക. ഭാരതത്തിന്റെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാനുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും വിശദാംശങ്ങളുമായി എസ് ശാലിനിയും ഒപ്പം ജിജീഷ് കരുണാകരനും ചേരുകയാണ്. ഒപ്പം എയർപോർട്ടിന് സമീപം മിഥുൻ മുരളിയും എയർപോർട്ടിലെ ടെക്നിക് ഏരിയയ്ക്ക് മുന്നിൽ നിന്ന് ചന്തു ചന്ദ്രശേഖരും ചേരുന്നു. ആദ്യം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും എസ് ശാലിനിയും ജിജീഷ് കരുണാകരനും ചേരുകയാണ്. ജിജീഷ്, ശാലിനി, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ പ്രധാന സേവകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ആ ഒരു ശുഭമുഹൂർത്തത്തിനായി, ആ പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. രാവിലെ 11:30 കേരള പദയാത്രയുടെ NDA സംസ്ഥാന ചെയർമാൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുക. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ, പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർണ്ണമായി കഴിഞ്ഞോ? KP, പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള വലിയ ആവേശത്തിൽ തന്നെയാണ് തിരുവനന്തപുരമുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ പൂർണ്ണമായും തന്നെ ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 50,000-ലധികം പ്രവർത്തകരാണ് ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഇതിന്റെ ഭാഗമായി ഇവിടെ പല ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വലിയ ആവേശം എല്ലാവരിലും തന്നെ കാണാൻ കഴിയും. ഇപ്പോൾ ഇന്നലെ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരുക്കങ്ങളും തത്സമയം തന്നെ ആളുകളിലേക്ക് എത്തിച്ച ശാലിനി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. കൃത്യമായി തന്നെ ഏതാണ്ട് മുഴുവൻ സമയം തന്നെ ശാലിനി ഇതിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും ശാലിനി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരുക്കങ്ങളുടെ സമയത്തും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ശാലിനി, എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ വലിയൊരു ആവേശത്തെ? ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വലിയ ആവേശമായിരുന്നു, വീണ്ടും ഒരിക്കൽ കൂടി ജിജീഷ് സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഒപ്പം തന്നെ തീയതി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാന സേവകൻ, തിരുവനന്തപുരത്തേക്ക് അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തുന്നത്. രാവിലെ 10:00 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രത്യേക ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയിലാണ് പ്രധാനപ്പെട്ട നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘാടകരൊക്കെ വളരെയധികം തിരക്കിലാണ്. നമുക്കൊപ്പം ഇപ്പോൾ BJP-യുടെ കൗൺസിലർ, ഒപ്പം തന്നെ ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട സംഘാടകർ ഒരാൾ കൂടിയായ ഗിരി ചേരുകയാണ്. ഗിരിജ, എങ്ങനെയാണ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു? ഉറപ്പായിട്ടും നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരെ ആവേശത്തോടു കൂടി ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മുടെ ഈ സമ്മേളന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഏറ്റവും ഊർജ്ജം നൽകുന്ന ഒരു പ്രവർത്തനമായിട്ട് മാറുകയാണ്. നമ്മളെല്ലാവരും നല്ല ആവേശത്തിലാണ്. 1,00,000-ലധികം വരുന്ന കാണികളെയാണ്, പ്രത്യേകിച്ച് ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ? ഒപ്പം പ്രവർത്തകരൊക്കെ എത്രത്തോളം ആവശ്യത്തിലാണ്? അകത്തേക്ക് എത്ര മണിക്ക് പ്രവേശനം? അല്ല, സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മളെല്ലാവരും ലോകം ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഉണ്ടാകുന്ന ആവേശത്തോടു കൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ നിൽക്കുന്നത്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും വേണ്ടിയിട്ട് ഈ തലസ്ഥാന നഗരവും കേരളവും കാതോർത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം കാണുന്നത്. അദ്ദേഹം വളരെയധികം തിരക്കിലാണ് ഈ ഒരു സമയം നമുക്കൊപ്പം ചേർന്നതിന്, പ്രതികരിച്ചതിന്. എന്തായാലും തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് ഒരുങ്ങി. തീയതി പ്രഖ്യാപനം ആയപ്പോൾ തന്നെ ആ ഒരു ചൂട് തലസ്ഥാനത്ത് ഒരുങ്ങിയിരുന്നു. വലിയ രീതിയിലുള്ള കട്ടൗട്ടുകൾ ഒരുങ്ങി. ഒപ്പം തന്നെ കളമശ്ശേരി സ്ഫോടന പശ്ചാത്തലം ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിലേക്കുള്ള വരവ് അതീവ സുരക്ഷയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏകദേശം 50,000-ഓളം വരുന്ന കാണികൾ, അതിൽ പ്രത്യേകിച്ച് പുതിയതായി പാർട്ടിയിലേക്ക് എത്തിയ, അല്ലെങ്കിൽ BJP-യിലേക്കും NDA സഖ്യത്തിലേക്കും എത്തിയ പുതിയ അംഗങ്ങളുടെ പ്രധാനപ്പെട്ട പങ്കുചേരലുണ്ടാകും. ഒപ്പം തന്നെ അവർക്ക് പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. VIP ഗസ്റ്റുകളുണ്ട്. അത്തരത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ്. നമുക്കൊപ്പം വീണ്ടും ജിജീഷ് ചേരുന്നത്. ജിജീഷെ, ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ഒരു വരവ്. ഒരുപക്ഷെ BJP-യുടെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് കൂടിയാണ് ഇന്ന് തുടക്കമാകുന്നത്. ജിജീഷ് എത്രത്തോളമാണ് പ്രതീക്ഷ വെക്കുന്ന ഈ ഒരു വരവിന്? പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർ പ്രധാനമന്ത്രി വന്നപ്പോൾ
പലപ്പോഴും മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വരവും ഈ ഒരു യാത്രയും പദയാത്രയുടെ സമാപനമാണ്. അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? ശാലിനി പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു പ്രതീക്ഷ അത് ശാലിനിക്കുമുണ്ട്, എനിക്കുമുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ വലിയൊരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ പ്രതീക്ഷയിലാണ്. കാരണം അവരുടെ എല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനവിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇടതു വലതു മുന്നണികളുടെ ഭരണം പലവട്ടം കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു മാറ്റം അത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി, പുതിയ കേരളം എന്ന ഒരു വലിയ മുദ്രാവാക്യം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് BJP ജനങ്ങളെ നേരിടുന്നു. സ്വാഭാവികമായും നമ്മൾ കണ്ടതാണ് നേരത്തെ BJPയുടെ മുമ്പുണ്ടായിരുന്ന വലിയ റാലികളിലെല്ലാമുള്ള ആ ജനപങ്കാളിത്തം. തിരുവനന്തപുരത്ത് തന്നെ ശാലിനിക്ക് ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാകും. തിരുവനന്തപുരത്ത് മുമ്പ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയപ്പോൾ 10,000-ങ്ങളാണ് റോഡിന് ഇരുവശവും. അപ്രതീക്ഷിതമായ ഒരു ജനക്കൂട്ടമായിരുന്നു. പിന്നീട് എനിക്ക് കാണാൻ കഴിഞ്ഞു കൊച്ചിയിൽ ഇത് സമാനമായ സാഹചര്യത്തിൽ പിന്നീട് യുവം പരിപാടി തേവരയിൽ സംഘടിപ്പിച്ചു. അത് യുവജനങ്ങളുടെ ചില സസ്പെൻസുകളും റോഡിലൂടെ ഇറങ്ങിയുള്ള നടത്തമൊക്കെ സമാനമായ സസ്പെൻസുകൾ പ്രവർത്തകർ ഇവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് SPGയുടെ കനത്ത സുരക്ഷയിലാണ്. വളരെ ചുരുക്കം മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ അകത്ത് കടക്കാൻ കഴിയുള്ളൂ. വളരെ ചുരുക്കം ഗസ്റ്റുകൾക്ക് മാത്രമാണ് അവരകത്തേക്ക് കടത്തുന്നത്. അതീവ സുരക്ഷ. ഒരുപക്ഷെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ നിതിൻ ദൃശ്യങ്ങൾ കൂടി കാണിക്കും. കാരണം ഇതാണ് ഈ ഒരു ഗേറ്റിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അകത്തേക്ക് കടക്കാൻ പോകുന്നത്. ഇതിനുള്ളിലൂടെ രാവിലെ 10:00 വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കോൺവോ വാഹന വ്യൂഹം ഈ ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്ന അകത്തെ ആ പ്രധാന കവാടത്തിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന് ഇരിപ്പിടത്തിലേക്ക് പ്രത്യേകിച്ച് വേദിയിലേക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവിടെ എത്തും. അതിനുശേഷം അദ്ദേഹം വളരെ ചുരുക്ക സമയം ഏകദേശം 1 മണിക്കൂർ മാത്രമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹം പങ്കെടുക്കുക അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരുപക്ഷെ BJP പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 1,00,000-ലധികം വരുന്ന ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികൾ പങ്കെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ഔദ്യോഗികമായ ഒരു തുടക്കം കുറിക്കുന്നു. BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്തതിനു ശേഷമൊക്കെയുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വരവ് കൂടിയാണ് അനന്തപുരിയിലേക്ക് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു റോഡ് ഷോ നിലവിൽ BJP നേതൃത്വം അല്ലെങ്കിൽ NDA നേതൃത്വം പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒന്ന്, അദ്ദേഹം 11 മണിയോടുകൂടി 10:00 ഇവിടെ എത്തുന്നു. 11 മണിക്ക് പരിപാടി ആരംഭിച്ച് 12 മണിയോടുകൂടി പരിപാടി പൂർത്തീകരിച്ച് അദ്ദേഹം പിന്നീട് പോകുന്നത് കോയമ്പത്തൂരേക്കാണ്. കോയമ്പത്തൂരിൽ 3 പരിപാടികൾ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പരിപാടികൾക്ക് ശേഷം നാളെ രാവിലെ ഏകദേശം 11 മണിയോടുകൂടി അദ്ദേഹം വീണ്ടും തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തും. തിരുവനന്തപുരത്തേക്ക് എത്തിയ ശേഷം അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം തിരികെ മഹാരാഷ്ട്രയിലേക്കാണ് പോകുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തലസ്ഥാന ജില്ലയിലൊക്കെ പ്രവർത്തകർ ഏകോപിക്കുന്നത്. പക്ഷേ മോദിയുടെ ഗ്യാരണ്ടി, നമ്മൾ തൃശ്ശൂരിൽ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇപ്പോൾ BJPയുടെ ക്യാപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ടാഗ്ലൈൻ, അത് അത്തരത്തിലുള്ള എന്തെങ്കിലും മോദിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത? ശാലിനി, കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കുക? കാരണം എല്ലാ തവണയും കേരളത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രി വലിയ സമ്മാനങ്ങൾ അല്ലെങ്കിൽ വലിയ പദ്ധതികൾ, ആ പദ്ധതികൾ നമ്മൾ സമ്മാനം എന്ന് ഉദ്ദേശിക്കുന്നത് ആ നൽകുന്ന വലിയ പദ്ധതികളാണ്. ആ പദ്ധതികളുടെ വലിയൊരു സമ്മാന പെരുമഴ തന്നെ കേരളത്തിന് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം എപ്പോഴും മടങ്ങാറുള്ളത്. വലിയ പദ്ധതി കാരണം കൊച്ചിയിൽ വന്നപ്പോൾ ഏതാണ്ട് 3000 കോടിയിലധികം 4000-ഓളം കോടി രൂപയുടെ പദ്ധതികൾ അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും ശാലിനി അറിയാം, നമുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വികസന പ്രവർത്തനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. കേരളത്തിൽ ആകമാനം തന്നെ നിരവധി വികസന റോഡ് വലിയ തോതിൽ പൂർത്തിയാക്കിയിരിക്കുന്ന നിരവധി ബൈപ്പാസുകളുണ്ട്. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുന്നത്. അങ്ങനെ എത്രയോ വികസനങ്ങൾ ജനങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അത്തരം സർപ്രൈസുകൾ തന്നെയാണ് ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ സർപ്രൈസുകൾ. എനിക്ക് മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ശാലിനിക്ക് ഈ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് തന്നെ ശാലിനിക്ക് മനസ്സിലാവുമല്ലോ. ശാലിനി, ആ ഒരു ഘട്ടത്തിൽ ചോദിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വരുന്ന ഒരു ഘട്ടത്തിൽ കാര്യങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയുക? നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജിജീഷ്, അതായത് പ്രഖ്യാപനങ്ങൾ പലവിധമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം എന്നുള്ളത് ഗഗൻയാൻ പദ്ധതി. ഒരുപക്ഷെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികൾ ഒന്നാണ് ഗഗൻയാൻ. ആ ഗഗൻയാൻ പദ്ധതിയിൽ ചില മലയാളികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പദ്ധതിയിൽ ഒരു മലയാളിയുടെ പേര് അത് പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. 2025 കൂടിയാണ് ഗഗൻയാൻ പദ്ധതി, സ്വപ്ന പദ്ധതി, രാജ്യത്തിന്റെ തന്നെ ഭാരതത്തിന്റെ അഭിമാന പദ്ധതി, സ്വപ്ന പദ്ധതി അത് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ആ പദ്ധതിയിൽ പങ്കെടുക്കുന്ന മലയാളി അതാരാണ് എന്നുള്ളത് ഔദ്യോഗികമായി അദ്ദേഹം ഇന്ന് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്, പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഒപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുക്ക നിൽക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കും, കേരളത്തിലെത്തി അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലാണ് എന്ന്. പക്ഷേ എങ്കിൽ പോലും
നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഭാരത് ഹരിയൊക്കെ കേരളത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യ വരവ് കൂടിയാണ്. കാരണം സംസ്ഥാനത്ത് അരിവില നമുക്കറിയാം, സാധനങ്ങളുടെ വിലക്കയറ്റം നമുക്കറിയാം. അതിനിടയിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ, ആ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. ഒരുപക്ഷെ ഉജ്ജ്വൽ യോജന പോലെയുള്ള ഗ്യാസ് കണക്ഷൻ നൽകുന്ന ഉജ്ജ്വൽ യോജന പോലുള്ള നിരവധി പദ്ധതികൾ ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ആ ഒരു മാറ്റത്തിന്റെ കൂടുതൽ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ആ ഒരു ആവേശം പ്രവർത്തകർക്ക് നന്ദിയുണ്ട്. വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ ഉണ്ടാകുമെങ്കിൽ പോലും ട്വിസ്റ്റുകളാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ. അപ്പോൾ ജിജീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം എനിക്ക് തോന്നുന്നു കുറെ പരിപാടികൾ പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തലസ്ഥാനത്തെ അനന്തപുരിയുടെ ഈ ആവേശം ഈ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ കാണുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? ശാലിനി, എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളുള്ള നിരവധി ലോക്സഭാ മണ്ഡലങ്ങൾ ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് സ്വാഭാവികമായും തിരുവനന്തപുരം. നിരവധി മണ്ഡലങ്ങൾ, അതായത് ഏതാണ്ട് മുഴുവൻ മണ്ഡലങ്ങളും തന്നെ ശക്തമായ സ്വാധീനമായി മാറാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ സ്വാഭാവികമായും പ്രവർത്തകർ എത്രമാത്രം ആവേശഭരിതരാകുമെന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയാതെ. അപ്പൊ ശാലിനി കുറെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായി ഈ ഭാരതരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അവരുടെ മനസ്സുകളിലേക്ക് ആ ഒരു നേട്ടം എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഭാഗത്തും ആളുകൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ഇത്തരമുള്ള പദ്ധതികൾ, അത് ഉജ്ജ്വൽ യോജനയാണെങ്കിലും സാധാരണ സ്ത്രീകളെ പരാമർശിക്കുന്ന, സ്ത്രീകൾക്ക് ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ, അവർക്ക് അനുകൂലമായ നിരവധി പദ്ധതികൾ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നു. അത് ഒരു ഭാഗത്ത്. അതേ ഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി തന്നെ, അല്ലെ ശാലിനി, പെൺകുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ കഴിയുന്നത് ശാലിനിക്കാണ്. സുകന്യ സമൃദ്ധി പോലെയുള്ള പദ്ധതികൾ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പദ്ധതികളാണ്. സമാനമായുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം എന്ന് പറഞ്ഞത് A ക്ലാസ് മണ്ഡലമാണ്. എപ്പോഴും BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമാണ്. നഗരസഭയുടെ ഭരണം ഉൾപ്പെടെ നോക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷമാണ്. അത്തരത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും വലിയ മുന്നേറ്റം BJPക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ A ക്ലാസ് മണ്ഡലങ്ങളിൽ പലതും, തിരുവനന്തപുരം A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അവിടേക്കൊക്കെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുണ്ട്. അതൊക്കെ ഇന്നത്തെ ഈ ഒരു വേദിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 9 മണിയോട് കൂടിയാണ് കാണികളെയും മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടെയുള്ളവരെയും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ എത്തുന്നവരെയും ഒക്കെ തന്നെ പ്രത്യേക ഗേറ്റുകളിൽ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ അകത്തേക്ക് കടത്തിവിടാൻ പോകുന്നത്. 10 മണിയോട് കൂടി അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും. അതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് VSCയിലേക്കാണ്. VSCയിലെ ചില ഔദ്യോഗിക പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കും. ആ പരിപാടികൾക്ക് ശേഷം അവിടെയായിരിക്കും ഒരുപക്ഷെ ഗഗൻയാനിലെ മലയാളി സാന്നിധ്യം ആരാണ് എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുക. അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരികെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു തുറന്ന ജീപ്പ് ഉണ്ട്. പക്ഷെ ആ തുറന്ന ജീപ്പിൽ അദ്ദേഹം ഈ വരുന്ന വഴിയിലൂടെ തന്നെ വേദിയിലേക്ക് എത്തുമോ അതോ വേദിയിലേക്ക് എത്തുന്നത് തുറന്ന ജീപ്പിലാകുമോ എന്നുള്ളത് കാണികൾ ആകാംക്ഷയോടെ കൂടി നോക്കുകയാണ്. എന്തായാലും അദ്ദേഹം അവിടെ എത്തും. അതിനുശേഷം ഈ 1 മണിക്കൂർ നീളുന്ന പദയാത്രയുടെ, സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്രയുടെ സമാപനം ഒരുപക്ഷെ അവസാന നിമിഷത്തെ ട്വിസ്റ്റാണ്. കാരണം പാലക്കാട് ജില്ലയിൽ അവസാനിക്കാനിരുന്ന സമാപനം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ഒരു ട്വിസ്റ്റ് തിരുവനന്തപുരത്തുകാർക്ക് കിട്ടുകയാണ്. ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഗിഫ്റ്റ്, മോദിയുടെ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ളൊരു ഗിഫ്റ്റ് തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. എന്തായാലും അതിൽ ആവേശോജ്വല സ്വീകരണം തന്നെ നൽകുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഉയർന്ന കട്ടൗട്ടുകൾ, ഒരു 8 അടി 10 അടി ഉയരത്തിലുള്ള കട്ടൗട്ടുകൾ കാരണം പ്രധാനമന്ത്രിയുടെ വരവ് ആ വരുന്ന വീഥികളിലൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെയാണ് തിരുവനന്തപുരത്ത് ഈ 1 മണിക്കൂറിലെ കാഴ്ച. എന്തായാലും സുരേഷിനോട് നമുക്ക് പറയാം, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ ആവേശമല്ലേ. മറ്റൊരു കാര്യം ശാലിനി പറഞ്ഞു വന്നപ്പോൾ ഇവിടുത്തെ ഏതാണ്ട് 50,000 പേരാണ് പങ്കെടുക്കുന്നത്. സ്വാഭാവികം ഞാൻ മനസ്സിലാക്കുന്നത് 50,000 പേരായിരിക്കില്ല പങ്കെടുക്കുക. അത് 1 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ. ജിജീഷ് അത് തന്നെയാണ്. ഈ ജിജീഷും ശാലിനിയും വലിയ ആവേശത്തിലാണ്. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നമ്മളെല്ലാവരും ആവേശത്തിലാണ്. പ്രധാന സേവകനെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കത്തിലുമാണ്. ഈ പറഞ്ഞ് എനിക്ക് ഇടപെടാൻ പോലും പറ്റിയില്ല. കാരണം അത്രത്തോളം ആവേശത്തിലും ആവേശ കാഴ്ചകളുമാണ് നിങ്ങൾ രണ്ടുപേരും പങ്കുവച്ചത്. ഒപ്പം ഈ ഗതാഗത നിയന്ത്രണമടക്കം ഇതിനകം ഒരു നഗരത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു. ഒപ്പം വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അനന്തപുരിയിൽ ഒരുക്കിയിട്ടുണ്ടല്ലേ? അതിൻ്റെ ഒരു വിവരങ്ങൾ കൂടി, പ്രത്യേകിച്ച്
ഈ ഗതാഗത നിയന്ത്രണത്തിൻ്റെ വിശദാംശങ്ങൾ അത് പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു താല്പര്യം കൂടി ഉണ്ടാകും. കാരണം രാവിലെ 9 മണി മുതൽ തന്നെ പ്രധാനമന്ത്രി എത്തും, പിന്നീട് VSCയിലേക്ക് പോകും, പിന്നീടാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വരിക. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഇതിനകം നിലവിൽ വന്നു കഴിഞ്ഞു. പല മേഖലകളിലും പല സ്ഥലങ്ങളിലും പല കേന്ദ്രങ്ങളിലും നിയന്ത്രണം വന്നു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി സമയം അങ്ങോട്ടാകുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു വിവരങ്ങൾ കൂടി. തീർച്ചയായും ആ ഒരു വലിയ ആവേശം തന്നെയാണ് KP സൂചിപ്പിച്ചതുപോലെ തന്നെ. എങ്ങനെയാണോ തിരുവനന്തപുരം പ്രതികരിക്കുന്നത്, എങ്ങനെയാണോ കേരളം, പുതിയ കേരളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയോട് പ്രതികരിക്കുന്ന ആ ഒരു ആവേശം തന്നെ നമുക്ക് സ്വാഭാവികമായും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് KP പറഞ്ഞതുപോലെ ആ ഗതാഗത നിയന്ത്രണം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 50,000-ഓളം ആളുകളെല്ലാം ഇവിടെ എത്തുമ്പോൾ ആ പ്രതീക്ഷകളും കടന്ന് 1 ലക്ഷം കടക്കുന്ന സ്ഥിതിയിൽ സ്വാഭാവികമായും വലിയ തോതിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ വേണം. അതിന് കർശനമായി തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ആ സജ്ജീകരണങ്ങൾ കൃത്യമായി തന്നെ പാലിച്ച് മുന്നോട്ട് പോകേണ്ട ശാലിനിയിൽ നിന്ന് തന്നെയാണ് ആ കാര്യം കൂടുതൽ അറിയാം. കാരണം ശാലിനി 2-3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് ഓടി നടക്കുകയായിരുന്നു. ശാലിനി, എങ്ങനെയാണ് ഗതാഗത നിയന്ത്രണങ്ങൾ എന്ന കാര്യമാണ് KP നമ്മളോട് ചോദിക്കുന്നത്. ആ കാര്യങ്ങൾ കൂടി ആളുകൾക്കും അറിയാൻ ആകാംക്ഷയുണ്ട്. കാരണം രാവിലെ 7 മണി മുതൽ, ഇപ്പോൾ 7:22 ആയിരിക്കുകയാണ്, 7 മണി മുതലാണ് ഇവിടുത്തെ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ഒരു പ്രവൃത്തി ദിവസമാണ്. സ്വാഭാവികമായും കൂടുതൽ ആളുകൾ നഗരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ഇന്നത്തെ ഗതാഗത നിയന്ത്രണം തലസ്ഥാന ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ശേഷം നാളെ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും രാവിലെ മുതൽ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ വരുന്ന ഗതാഗത നിയന്ത്രണങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, ആഭ്യന്തര വിമാനത്താവളം, അദ്ദേഹം എത്തുന്നത് ടെക്നിക്കൽ ഏരിയയിലാണ്. സ്വാഭാവികമായും അവിടെ നിയന്ത്രണമുണ്ട്. ശംഖുമുഖം, ഓൾ സെയിൻസ്, കൊച്ചുവേളി, മാധവപുരം, സൗത്ത് തുമ്പ, പൗണ്ടുകടവ് വരെയുള്ള റോഡ്, ഒപ്പം തന്നെ ഓൾ സെയിൻസ് ജംഗ്ഷൻ മുതൽ പേട്ട, പാറ്റൂർ, ആശാൻ സ്ക്വയർ, പാളയം ജംഗ്ഷൻ, അവിടെ രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്നത്. സ്വാഭാവികമായും അവിടെയൊക്കെ ഗതാഗത നിയന്ത്രണമുണ്ട്. VJT ഹാളിന് സമീപത്ത്, അയ്യങ്കാളി ഹാളിന് സമീപത്ത്, ഒപ്പം തന്നെ സ്പെൻസർ ജംഗ്ഷൻ, സ്റ്റാച്യു, പുളിമൂട് വരെയുള്ള റോഡിലും ഗതാഗത നിയന്ത്രണം രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഉണ്ടാകും. തുടർന്ന് സെക്രട്ടേറിയറ്റിനും സെൻട്രൽ സ്റ്റേഡിയത്തിനും, അതായത് ഈ പരിപാടി നടക്കുന്ന പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഈ റോഡുകൾക്ക് ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശവും ഉത്തരവും ഒക്കെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നാളെ രാവിലെയും സമാനമായ ഗതാഗത നിയന്ത്രണം തലസ്ഥാന ജില്ലയിൽ ഏർപ്പെടുത്തുകയാണ്. അദ്ദേഹം തിരികെ നാളെ രാവിലെ 11 മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്, ഇവിടെ കോയമ്പത്തൂരിൽ നിന്നും. സ്വാഭാവികമായും അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് എത്തി അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോകുന്നതിനിടയിലുള്ള സമയം രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ആഭ്യന്തര വിമാനത്താവളം, ഒപ്പം ശംഖുമുഖം, ഓൾ സെയിൻസ്, ചാക്ക, ഈഞ്ചക്കൽ വഴി ഉള്ള റോഡുകൾ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തും. ഈ റോഡുകൾക്ക് ഇരുവശങ്ങളിലും വാഹന പാർക്കിങ്ങുകൾ അനുവദിക്കില്ല എന്നുള്ളതാണ് SPGയും ഒപ്പം തന്നെ കേരള പോലീസും അറിയിക്കുന്നുള്ളത്. ഒപ്പം തന്നെ ഇട റോഡുകളിലൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ പശ്ചാത്തലം തിരുവനന്തപുരത്ത് NIA ഉൾപ്പെടെ തേടി നടക്കുന്ന അത്തരത്തിൽ ചില സുരക്ഷാ മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ചില തീവ്രവാദ സംഘടനകൾ ഒക്കെ ഉണ്ടാകാനുള്ള സൂചനകളും അവർക്ക് അതിനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കർശന നിയന്ത്രണത്തോടു കൂടി തന്നെയാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. എന്തായാലും ഗതാഗത നിയന്ത്രണം അത്തരത്തിലാണ് സുരേഷ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് അനന്തപുരി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പ്രധാന സേവകരെ കാണാനായി, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി. ജിജീഷ് കൈമാറുന്നുണ്ട്. ശാലിനി, ഈ ഗതാഗത നിയന്ത്രണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറയാതെ വഴി നമ്മുടെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു ഗുണമുണ്ട്. എത്ര വലിയ ആൾക്കൂട്ടം വന്നു കഴിഞ്ഞാലും അത് സംഘത്തിന്റെ ഏത് പരിപാടിയാണെങ്കിലും, സാംഘിക്ക് ഉള്ള പരിപാടികളാണെങ്കിലും ശരി, ലക്ഷങ്ങൾ ചിലപ്പോൾ ആ ഭാഗത്തേക്ക് വരും. പക്ഷേ ഒരു ഗതാഗത കുരുക്ക് ഒരിടത്ത് പോലും നമുക്ക് കാണാൻ കഴിയില്ല. കൃത്യമായി തന്നെ ആളുകളെ എവിടെയാണോ എത്തേണ്ടത് അതിനൊരു വര വരച്ചുകൊണ്ട്, ഒരു വിസിൽ കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന സംഘപ്രവർത്തകർ, അത് BJPയുടെ ആണെങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആണെങ്കിലും എല്ലാം തന്നെ വലിയ ശക്തിയാണ്. അവിടെയാണ് വലിയൊരു ഗതാഗത നിയന്ത്രണം സ്വാഭാവികമായും വേണം. നമുക്കറിയാം എത്രയധികം ആളുകൾ വരുന്നു. ഇപ്പോൾ ശാലിനി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ എവിടെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്നെല്ലാം കാണുന്ന ആളുകളെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ, അല്ലെങ്കിൽ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത ആളുകൾ ആ ഭാഗങ്ങൾ ഒഴിവാക്കുകയോ സമ്മേളനത്തിന് വരുന്ന അതാത് പാർക്കിംഗ് ഏരിയകളിലേക്ക് എത്തുകയോ എല്ലാം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ആ ഗതാഗത നിയന്ത്രണങ്ങൾ ഏത് തരത്തിൽ വന്നു കഴിഞ്ഞാലും അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഗതാഗത കുരുക്കുകൾ ഒന്നുപോലും ഇല്ലാതെ കൃത്യമായി തന്നെ അത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന വിധം തന്നെയാണ് വോളണ്ടിയർമാരാണെങ്കിലും ഇടപെട്ട്
വിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ശാലിനി അതിന്റെ കാര്യത്തിലേക്ക് നമ്മളത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് കൊടും ചൂടാണ്. 40°C തിരുവനന്തപുരത്ത് താപനില എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചൂട് കൂടുന്ന സമയത്ത് ഇവർക്ക് ദാഹജലം ഏർപ്പെടുത്തണം. അത്തരത്തിൽ സംഘടനകളൊക്കെ ഉണ്ട്, BJP ഉണ്ട്, ABVP പ്രവർത്തകർ ഉള്ളിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംഘാടക മികവും തെളിയിച്ചവർ അവിടെയുണ്ട്. ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഗതാഗത നിയന്ത്രണം അവരുടെ കൂടി കൈകളിലാണ്. പ്രത്യേകിച്ച് വാഹനങ്ങൾ റൂട്ട് തിരിച്ചു വിടുക, ഒപ്പം തന്നെ പാർക്കിംഗ് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് വെക്കുക, ഒപ്പം തന്നെ ഈ ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ ഒരു ശുചിത്വ ഭാരതം അവരുടെ ലക്ഷ്യം തന്നെയാണ്. കാരണം ഈ കുടിവെള്ളം കുടിക്കുന്ന ബോട്ടിലുകളും അങ്ങനെയൊക്കെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെയായി അവരും ഉള്ളിൽ തന്നെ ഉണ്ട്. എന്തായാലും വളരെ ചുരുക്കം സമയം മാത്രമേ അദ്ദേഹം ഇവിടെ തലസ്ഥാനത്തുള്ളൂ എങ്കിലും വളരെ വിപുലമായ സംവിധാനങ്ങൾ, വളരെ വിപുലമായ ആഘോഷങ്ങളൊക്കെയാണ്. എന്തായാലും വലിയ ആഘോഷങ്ങൾ ഇല്ല, പ്രത്യേകിച്ച് റോഡ് ഷോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷമം തീർക്കുക ഈ വേദിയിലെത്തിയായിരിക്കും കാണികൾ തീർക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ശാലിനി. കാരണം ഈ റോഡ് ഷോ ഇല്ല, പക്ഷേ ശാലിനി സൂചിപ്പിച്ചതുപോലെ ഒരു ജീപ്പ് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരു തുറന്ന ജീപ്പ്. അവിടെയാണ് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ആ സൂര്യശോഭയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് ആ തുറന്ന ജീപ്പിലാണ്. ഏതായാലും ജിജീഷ്, ശാലിനി, ഈ ഒരു ആവേശം അത്രത്തോളം ഉണ്ട് ആണ് നിങ്ങളുടെ വാക്കുകളിലും അത് പ്രകടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക്